ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് CA പൾസിന്റെ മറ്റൊരു എപ്പിസോഡാണ്. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ഡെയിലി കറണ്ട് അഫയേഴ്സ് ജൂൺ 19 തൊട്ട് 25 വരെ നമ്മൾ പഠിച്ച ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ റിവിഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ച പത്ര കട്ടിങ്ങുകളാണ്. ഭരണഘടനാ നിർമ്മാണ ചർച്ചകൾ മലയാളത്തിലാക്കിയ നിയമസഭ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം പ്രാദേശിക ഭാഷയിൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകൾ പരിഭാഷപ്പെടുത്തി അല്ലെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചർച്ചകൾ ഒരു പ്രാദേശിക ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. ഏതാണ് ആ സംസ്ഥാനം? ഏതാണ്? നമ്മുടെ കേരളമാണ്. ഏതാണ്? കേരളമാണ്. ഓക്കെ. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം അല്ലെങ്കിൽ ഓൾ ഇലക്ട്രിക് വിമാനം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനം ഏതാണ്? അലിയ CX 300. ഏതാണ്? അലിയ CX 300 എന്നാണ് ആ ഒരു വിമാനത്തിന്റെ പേര്. ഓക്കെ. അടുത്ത എന്താണ് നമ്മൾ പഠിച്ചത്? നമ്മുടെ ശുഭാംശു ശുക്ല യാത്ര തിരിച്ചിട്ടുണ്ട്, ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ട്. എന്താണ് ആ ദൗത്യത്തിന്റെ പേര്? ആക്സിയോം 4 എന്ന് പറയുന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് നമ്മുടെ ശുഭാംശു ശുക്ല യാത്ര തിരിച്ചത്. എന്നാ പോയത്? നമ്മുടെ ജൂൺ 25, 2025 പോയത്. എന്നാണ്? ജൂൺ 25, 2025 നമ്മുടെ ആക്സിയോൺ ദൗത്യം വിക്ഷേപിച്ചത്. ഓക്കെ. എവിടെയാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കാണ് അവരുടെ യാത്ര. ഇതിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനാണ് ആര്യ? ശുഭാംശു ശുക്ല. ഓക്കെ. അതുപോലെ നമ്മുടെ ഭരണഘടനാ ഹത്യാ ദിനത്തെ പറ്റി പഠിച്ചു. എന്നാണ് ഭരണഘടനാ ഹത്യാ ദിനം? എന്നാണ്? ജൂൺ 25. എന്നാണ്? ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനം. എന്തുകൊണ്ടാണ് ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ജൂൺ 25 ആചരിക്കുന്നത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ 50ാം വാർഷികമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ 50ാം വാർഷികമാണ്. അതുപോലെ നമ്മുടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആരാണ് വിജയിച്ചത്? UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൗക്കത്താണ് വിജയിച്ചത്. ആരാണ്? UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷൗക്കത്താണ് വിജയിച്ചത്. അറിഞ്ഞു വെച്ചേക്കാം. അതുപോലെ വിദേശത്ത് 150 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ ഏഷ്യൻ ബൗളർ ആരാണ്? നമ്മുടെ ജസ്പ്രീത് ബുംറയാണ്. ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. പഠിച്ചു വെച്ചേക്കുക. ഇനി നമ്മുടെ കേരളത്തിൽ എവിടെയാണ് വ്യോമ പ്രതിരോധ കേന്ദ്രം ആരംഭിക്കുന്നത്? എവിടെയാണ് ആരംഭിക്കുന്നത്? കോഴിക്കോടാണ്. കേരളത്തിൽ എവിടെയാണ്? കോഴിക്കോടാണ്. ഇനി നമ്മുടെ ഭാരം കുറഞ്ഞതും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരു തരം തോക്കിനെ നമ്മുടെ DRDOയും സ്വകാര്യ സ്ഥാപനവും ഒക്കെ ചേർന്ന് വികസിപ്പിച്ചു. എന്താണ് അതിന്റെ പേര്? എന്താണ്? CQB. എന്താണ് അതിന്റെ പേര്? CQB. എന്താണ് CQBയുടെ ഫുൾ ഫോം? ക്ലോസ് ക്വാർട്ടർ ബാറ്റിൽ. എന്താണ്? ക്ലോസ് ക്വാർട്ടർ ബാറ്റിൽ എന്ന് പറയുന്ന ഒരു തരം കാർബൈൻ ആണ് വികസിപ്പിച്ച. കാർബൈൻ എന്ന് പറഞ്ഞ ഒരു തരം തോക്ക്. കേട്ടോ, അതും പഠിച്ചു വെച്ചേക്കാം. അടുത്ത നമ്മുടെ MK സാനു അടുത്തിടെ ഒരു ജീവചരിത്രം പുറത്തിറക്കി. ആരുടെ ജീവചരിത്രമാണ്? തപസ്വനി അമ്മ. അമ്പലങ്ങൾക്ക് ആശ്രയമായി ജീവിച്ച തപസ്വനി അമ്മയുടെ ജീവിതത്തെ ആസ്പദമാക്കി നമ്മുടെ MK സാനു ഒരു പുസ്തകം പ്രകാശനം ചെയ്തു. അതിന്റെ പേര് തപസ്വനി അമ്മയുടെ ജീവചരിത്രം. ഓക്കെ. അതുപോലെ നമ്മുടെ റേഷൻ കടകൾ വഴി കുപ്പിവെള്ളം കൊടുക്കുന്ന പദ്ധതിയായിരുന്നു സുജലം പദ്ധതി. ഇനി ടാങ്കറുകൾ വഴി കുടിവെള്ളം കൊടുക്കും. അതിന്റെ പേരാണ് സുജലം സുലഭം പദ്ധതി. ഓക്കെ. ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകൾ വഴി കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? സുജലം സുലഭം പദ്ധതി. ഓക്കെ. അതുപോലെ നമ്മുടെ അടുത്തിടെ നമുക്ക് എന്ത് കൊടുത്തു? നമ്മുടെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം സമ്മാനിച്ചു. സ്വദേശാഭിമാനി കേസരി പുരസ്കാരം കൊടുത്തു. 2021, 22, 23 വർഷങ്ങളിലെ പുരസ്കാരമാണ് കൊടുത്തത്. 2021 പുരസ്കാരം നമ്മുടെ KG പരമേശ്വരൻ നായർക്ക് കിട്ടി. ഓക്കെ. KG പരമേശ്വരൻ നായർക്ക് 2021 പുരസ്കാരം കിട്ടി. 2022 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ഏഴാച്ചേരി രാമചന്ദ്രന് കിട്ടി. 2023 പുരസ്കാരം N അശോകനും കിട്ടി. ഓക്കെ. പഠിച്ചു വെച്ചേക്ക. 2021 KG പരമേശ്വരൻ നായർ, 2022 നമ്മുടെ ഏഴാച്ചേരി രാമചന്ദ്രൻ, 2023 N അശോകൻ എന്നിവർക്കാണ് എന്ത് കിട്ടിയത്? നമ്മുടെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം കിട്ടിയത്. ഇനി നമ്മുടെ അതിർത്തി കാക്കാനായിട്ട് 52 ഉപഗ്രഹങ്ങൾ നമ്മൾ വിക്ഷേപിക്കുന്നുണ്ട്. ചൈനയുടെയും പാകിസ്ഥാന്റെയും
അതിർത്തിയിലെ ഓരോ നീക്കവും ഒപ്പിയെടുക്കാൻ വേണ്ടി നമ്മൾ 52 ചാര ഉപഗ്രഹങ്ങൾ 18 മാസത്തിനകം വിക്ഷേപിക്കുമെന്ന് നമ്മുടെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ പേര് കൊടുത്തേക്കുന്നത്? ആ ദൗത്യത്തിന്റെ പേര് SBS-03 എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ISROയും സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ 52 ചാര ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്നത്. അപ്പൊ പദ്ധതിയുടെ പേരെന്താണ്? SBS-03. ഓക്കെ. ഇനി നമ്മുടെ ഇറാനും ഇസ്രായേലും ഇപ്പൊ യുദ്ധം നടക്കുകയാണ്. അതിനകത്ത് ആരിടപെട്ടു? നമ്മുടെ അമേരിക്ക ഇടപെട്ടു. അപ്പൊ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണത്തിന്റെ പേരാണ് എന്ത്? ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ പഠിച്ചു വെച്ചേക്ക്. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ആരുടെ ആക്രമണമാണ്? ഇറാനില് അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെ പേരാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഓക്കെ. അതുപോലെ നമ്മുടെ JCB പുരസ്കാരം, JCB സാഹിത്യ പുരസ്കാരം എന്തായിരുന്നു പ്രത്യേകത? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള പുരസ്കാരമായിരുന്നു JCB സാഹിത്യ പുരസ്കാരം. ഇത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, നിർത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് JCB പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 2018 ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ ആർക്കായിരുന്നു? ബെന്യാമിനായിരുന്നു. ആദ്യമായിട്ട് പ്രഥമ പുരസ്കാരം കിട്ടിയത് ഒരു മലയാളിക്കാണ്. മലയാളി എഴുത്തുകാരനായിട്ടുള്ള ബെന്യാമിനായിരുന്നു ആദ്യത്തെ പുരസ്കാരം കിട്ടിയത്. ബെന്യാമിന്റെ കൃതി ഏതാണ്? മുല്ലപ്പൂ നിറമുള്ള പകലുകൾക്കാണ് JCB പുരസ്കാരം കിട്ടിയത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം മലയാളിക്കല്ല കിട്ടിയത്. പിന്നെ 2020 വീണ്ടും മലയാളിക്ക് എന്ത് കിട്ടി? JCB പുരസ്കാരം കിട്ടി. മീഷ എന്ന് പറയുന്ന നോവലിന് S ഹരീഷിനാണ് JCB പുരസ്കാരം 2020 കിട്ടിയത്. 2021 ആർക്കാണ്? അതൊരു മലയാളിക്കാണ് കിട്ടിയത്. ഡൽഹി ഗാഥകൾ എന്ന് പറയുന്ന നോവലിന്റെ ഇംഗ്ലീഷ് വിവർത്തനത്തിന് M മുകുന്ദനും JCB പുരസ്കാരം കിട്ടി. അപ്പൊ 2018, 20, 21 നമ്മുടെ JCB പുരസ്കാരം മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കഴിഞ്ഞ വർഷത്തേക്ക് എന്താണ്? നമ്മുടെ കഴിഞ്ഞ 2024 പുരസ്കാരം നമ്മുടെ ഉപമന്യു ചാറ്റർജിക്കാണ് കിട്ടിയത്. 2024 JCB പുരസ്കാരം ഉപമന്യു ചാറ്റർജിക്കാണ് കിട്ടിയത്. ആ ഒരു കൂട്ടത്തിൽ നമ്മുടെ സന്ധ്യ മേരിയുടെ മരിയ വെറും മരിയ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വിവർത്തനം ചുരുക്കപ്പട്ടികയിൽ ഉണ്ടായിരുന്നു. പുരസ്കാരം കിട്ടിയില്ല. അറിഞ്ഞു വെച്ചേക്ക്. ഇപ്പൊ നിലവിൽ അത് നിർത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ SSLV എന്താണ്? സ്മാൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ നിർമ്മിക്കാനായിട്ടുള്ള ചുമതല നമ്മുടെ ISRO ആരെ ഏൽപ്പിച്ചു? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ ഏൽപ്പിച്ചു. അത് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ ഹാളിന് കൊടുത്തു. അതുപോലെ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമേറിയ ടിൻ ടവർ ഏതാണ്? നമ്മുടെ ലുലുവിന്റെ ടിൻ ടവർ ആണ്. ഏതാണ്? ലുലു ടിൻ IT ടവറുകളാണ് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടിൻ ടവർ. ഇന്ത്യയിലേത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ദക്ഷിണേന്ത്യയില് നമ്മുടെ ലുലു ടിൻ ടവർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏതാണ്? മുംബൈയിലെ ഇമ്പീരിയൽ ആണ് കേട്ടോ, പഠിച്ചു വെച്ചേക്കാം. അതുപോലെ നമ്മുടെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്ക് സമീപം ഒങ്ങല്ലൂരിൽ തളിയിൽ ശിവക്ഷേത്രത്തെ കേന്ദ്ര സർക്കാർ എന്തിൽ ഉൾപ്പെടുത്തി? ദേശീയ സ്മാരക പട്ടികയിൽ ഉൾപ്പെടുത്തി. എന്താണ്? ശിവക്ഷേത്രം. അതായത് അവിടുത്തെ പ്രതിഷ്ഠാമൂർത്തി ശിവനായിരിക്കും. അത് അറിഞ്ഞു വെച്ചേക്കാം. ഇനി നമ്മുടെ കേരള സർവകലാശാല അടുത്തിടെ ഗുജറാത്തിലെ കച്ചിൽ എന്ത് കണ്ടെത്തി? ഹാരപ്പൻ സംസ്കാരത്തിന്റെ വാസസ്ഥലം കണ്ടെത്തി, അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ കണ്ടെത്തി. 1500 വർഷം പഴക്കമുള്ള ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളാണ് നമ്മുടെ കേരള സർവകലാശാല ഇവിടെ കണ്ടെത്തിയത്? ഗുജറാത്തിലെ കച്ചിൽ കണ്ടെത്തിയത്. അതുപോലെ എന്താ ഓപ്പറേഷൻ സിന്ധു? ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞാൽ ഇറാനിൽ അകപ്പെട്ട നമ്മുടെ ഇന്ത്യക്കാരെ സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ എന്താണ് പദ്ധതിയാണ്. എന്താ പറയുന്നത്? ഓപ്പറേഷൻ സിന്ധു. അല്ലെങ്കിൽ നമ്മുടെ ഇസ്രയേലിലും ഇറാന്റെ സംഘർഷത്തിന് ഇടയിൽ പെട്ടുപോയ ഇന്ത്യക്കാരെ, ഇന്ത്യൻ സിറ്റിസൺസിനെ സുരക്ഷിതമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഇന്ത്യയുടെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധു. ഓക്കെ. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതം എവിടെയാണ് വന്നത്? ആറളത്താണ് വന്നത്. ആറളം വന്യജീവി സങ്കേതം ഇനി എന്തിന്റെയാണ്? നമ്മുടെ കേരളത്തിലെ ചിത്രശലഭങ്ങളുടെയും വന്യജീവി സങ്കേതമാണ്. പഠിച്ചു വെച്ചേക്കാം. അതുപോലെ നമ്മുടെ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും സംഗമിച്ചതിന്റെ അല്ലെങ്കിൽ അവർ സംസാരിച്ചതിന്റെ 100ാം വാർഷികമാണ്. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയതിന്റെ 100ാം വാർഷികമാണ്. എന്നാ കണ്ടുമുട്ടിയത്? 1925 മാർച്ചിലാണ് കണ്ടുമുട്ടിയത്, അല്ലെ? മാർച്ചിലാണ് കണ്ടുമുട്ടിയത്. ഈ ഒരു കണ്ടുമുട്ടിയ ഇവര് തമ്മിൽ എങ്ങനെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക?
രണ്ടുപേരും 2 ലാംഗ്വേജ് ആണ്. അപ്പൊ ഇവർക്കൊരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. ആരാണ്? എൻ കുമാരൻ. കേട്ടോ, എൻ കുമാരനാണ് ഗാന്ധിജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും സംസാരം തർജ്ജമ ചെയ്തത്. അതും അറിഞ്ഞു വെച്ചേക്കാം. അപ്പൊ ഇവരുടെ നമ്മുടെ ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അതുപോലെ നമ്മുടെ അഖിൽ പി ധർമ്മജന് എന്ത് കിട്ടി? നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ആർക്കാ കിട്ടിയത്? അഖിൽ പി ധർമ്മജനാണ് കിട്ടിയത്. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി അതേപോലെ നമ്മുടെ ബാലസാഹിത്യ പുരസ്കാരം ആർക്കാ കിട്ടിയത്? പെൺകിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന പുസ്തകത്തിന് ശ്രീജിത്ത് മുത്തേടത്തിനാണ് ബാലപുരസ്കാരം കിട്ടിയത്. രണ്ടും പഠിച്ചു വെച്ചേക്കാം. ഇനി നമ്മുടെ ബാലാവകാശ കമ്മീഷന്റെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന് അവര് കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന റേഡിയോ പരിപാടിയുടെ പേരെന്താണ്? റേഡിയോ നെല്ലിക്ക. എന്താണ്? റേഡിയോ നെല്ലിക്ക. പഠിച്ചു വെച്ചേക്കാം. റേഡിയോ നെല്ലിക്ക എന്താണ്? ബാലാവകാശ കമ്മീഷന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റേഡിയോ പരിപാടിയാണ്. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾക്ക് ഒഴിഞ്ഞു പോകുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ഇനി നമ്മുടെ ഏഷ്യയിൽ വലിപ്പത്തിൽ രണ്ടാമത്തേതും ഇന്ത്യയിലെ ആദ്യത്തേതുമായിട്ടുള്ള ഡിസൈൻ മൃഗശാല എവിടെയാണ്? തൃശ്ശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഏഷ്യയിലെ വലിപ്പത്തിൽ രണ്ടാമത്തെ ഡിസൈൻ മൃഗശാല. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ മൃഗശാല ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂരാണ്. ഓക്കെ, ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഏതാണ്ട് പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏത് തന്നെയാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിന്റെ താഴെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാനും ക്ലാസ്സിനെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.